സത്യം പറയാമല്ലോ സാറേ, ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല. ഈ അവസ്ഥയിൽ ഓമനക്കുട്ടൻ സഹായിച്ചാൽ മാത്രമേ എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റൂ. എന്ത് വേണോ സാറ് പറഞ്ഞാൽ മതി, ഞാൻ തയ്യാറാണ്. നമുക്ക് അവരുടെ അടുക്കിലേക്ക് പോകാം. വേണ്ട, വന്ദന എന്റെ വീട്ടിലേക്ക് പൊക്കോളൂ. ഞങ്ങൾ ഉടനെ എത്തുമെന്ന് അമ്മയോട് പറയണം. എനിക്ക് അത്യാവശ്യം കരാട്ടയും കുൻഫും ഒക്കെ അറിയാം. വേണേ ഞാൻ കൂടെ വരാം. വേണ്ട, താൻ കാറും കൊണ്ട് ശ്മശാനത്തിന്റെ അവിടെ കാത്തു നിന്നാൽ മതി. നേരം വെളുത്തിട്ട് ഞങ്ങളെ കണ്ടില്ലെങ്കിൽ അവിടെ വരണം. ആരുടെയും കണ്ണിപ്പെടാതെ നോക്കിക്കോണം. അത് ഞാൻ ഏറ്റു സാർ. അല്ലെങ്കിലും അത്ര പെട്ടെന്ന് എന്റെ ബോഡി ആരുടെയും കണ്ണിൽ പെടില്ലല്ലോ. തപ്പി നോക്കിയിട്ടാണ് ഞാൻ ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓമനക്കുട്ടൻ വരൂ. അയ്യോ, കൊറേ വിളിച്ചല്ലോ. ജയിച്ചിട്ട് വരി. ജയിച്ചിട്ട് വരാം. എന്തിന്? മിടുക്കൻ, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഞാനാണ് ഓമനക്കുട്ടൻ. പൈരങ്ങൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വാക്ക് പാലിച്ചു. ഇനി എല്ലാവരും വിട്ടയക്കണം. എവിടെയാണ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ താമസിച്ചിരുന്ന വാടക വീടിന്റെ മച്ചിന്റെ മുകളില്. പക്ഷെ ഇപ്പൊ അതൊരു പോലീസ് സ്റ്റേഷനാ. അതെടുക്കാൻ വേണ്ടിയുള്ള എന്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. നിങ്ങൾക്ക് വേണേ അത് അവിടെ ചെന്ന് എടുക്കാം. പോലീസിൽ കൊടുക്കാൻ വേണ്ടി നീ ഞങ്ങളെ കബളിപ്പിക്കുകയാണല്ലേ? അയ്യോ അല്ല, ഓമനക്കുട്ടൻ പറയുന്നത് സത്യമാണ്. ഞങ്ങളെ വിശ്വസിക്കണം. ഏത് നരകത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നാലും മാൻറേക്ക് അത് കണ്ടുപിടിക്കും. അതെന്റെ കൈവശമെത്തുന്നവരെ ഒരുത്തനും ഇവിടെ നിന്ന് പുറത്തു പോകില്ല. സാർ, ഉടൻ തന്നെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് നമുക്കത് കൈകലാക്കിയാലോ? ഇനി കാര്യങ്ങൾ നീക്കേണ്ട ബുദ്ധിപൂർവമായിരിക്കണം. പോലീസിന്റെ ശ്രദ്ധ തിരിക്കുന്ന രീതിയിൽ സ്റ്റേഷൻ അതിർത്തിയിൽ വലിയ പ്രശ്നമുണ്ടാക്കണം. ആ വാർത്ത കേൾക്കുമ്പോൾ മുഴുവൻ പോലീസും അങ്ങോട്ട് പായണം. ഇവിടെ അടുത്തുള്ള സ്കൂൾ ഏതാണ്? സെന്റ് മേരി. വെരി ഗുഡ്. നാളെ രാവിലെ കുട്ടികളുമായി പുറപ്പെടുന്ന സ്കൂൾ വാനിൽ ബോംബ് വെക്കണം. ഇതെല്ലാം പറഞ്ഞതുപോലെ. യെസ് ബോസ്. എടാ പരമദ്രോഹികളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ ബോംബ് വെച്ച് കൊല്ലാടാ. നീ ഒന്നും ഗതി പിടിക്കില്ലടാ. ഗുഡ് ബൈ ടു എവരിബഡി. ഏറിയാൽ 1 മണിക്കൂർ. ഇനി നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. അപ്പൊ സാറ് ഒന്ന് വരുമോ? ഇടോ പിള്ളേ, നിങ്ങൾ വൈരാഗ്യം മറന്ന് സഹകരിക്കാൻ മനസ്സ് കാണിച്ചാൽ നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. എങ്ങനെയാ മേനോ ചേട്ടാ? നമ്പ്യാര് കസേര നീക്കി വന്നാൽ തന്റെ കെട്ടഴിക്കാൻ പറ്റുമല്ലോ. തന്റെ കെട്ടഴിച്ചാൽ ഞങ്ങളുടെയും കെട്ടഴിക്കാമല്ലോ. നമ്പ്യാരെ, നമ്പ്യാരെ, എളുപ്പം അങ്ങനെ അഴിച്ചു വിട് സാറേ. ഇപ്പൊ ഇത് പൊട്ടുമെന്നറിയില്ല സാറേ. എല്ലാരും കൂടെ എന്നെ കുത്തുവാൾ എടുപ്പിച്ചില്ലേ? അവന്മാരുടെ ബോംബ് പൊട്ടുന്നതിന് മുമ്പ് എനിക്ക് ആ വൈരങ്ങൾ എടുക്കണം. പിള്ള പോവുക. കണ്ണന്തിരിവ് കാണിക്കരുത്. ഞങ്ങളുടെ കെട്ടഴിച്ചതാടോ. ഒരു കാര്യം ചെയ്യേ, എല്ലാരും കൂടെ ദേ ഇതിവിടെ കണ്ടോണ്ടിരുന്നു. അപ്പോഴത്തേക്ക് ഇവൻ അയ്യോ ദ്രോഹി. എന്റെ ദൈവമേ, നിങ്ങൾ സ്കൂൾ ബസ്സിന്റെ കാര്യം നോക്ക്. ആ പാവ കുഞ്ഞുങ്ങളെ രക്ഷിക്കേ. ബാക്കി ഞങ്ങൾ അയച്ചോളാം. നീ പോ. മുതലാളി ഞാൻ ഫ്രീ ആയി. അയ്യോ, ഇതെന്തിനാ? സുരക്ഷയ്ക്ക്. ബോംബോ? ഈ പിശാചിന് എന്തിനാ? ആ മുട്ടക്കിട്ട് 2 അടി കൊടുക്കണം. ആ പിള്ളക്ക് 4 എണ്ണോ. വന്നാട്ടെ. ബോംബെ, ബോംബെ, ബോംബെ. ബോംബെയോ? ബോംബെ അല്ല സാർ, ബോംബ്. ഇവിടെ അല്ല സാർ. പിന്നെ ബസ്സില്, സെന്റ് മേരി സ്കൂൾ ബസ്സില്. താൻ
പറയുന്നത് സത്യമാണോ? സത്യമാണ് സാർ. സംശയമുണ്ടെങ്കിൽ ബോധ്യമാകുന്നവരെ എന്നെ ഈ ലോക്കപ്പിൽ വെച്ചോ. അത് ബുദ്ധിയാ. എങ്കിലും അതിനകത്തൊക്കെ തട്ട്. എന്നെ കബളിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചല്ലടാ. അത് കേട്ടാ ഞാൻ തരില്ല, ഞാൻ തരില്ല. അത് തരാൻ അയ്യോ, എന്നെ പറ്റിക്കാമെന്ന് കരുതിയല്ലേ? എവിടെയാണ് വൈരകൾ? എനിക്കറിയില്ല. അയ്യോ, അയ്യോ, എവിടെയാണ് വൈരങ്ങൾ? സാർ, ഒരു അന്തർദേശീയ കുറ്റവാളിയാണ് സാർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൺഗ്രാചുലേഷൻ. പക്ഷേ പ്രശ്നം തീർന്നില്ലല്ലോ. ഒരുത്തനെ കൂടി എനിക്ക് അകത്താക്കാനുണ്ട്. പറയൂ, ആരുടെ കയ്യിലാ വൈരമുള്ളത്? ഇയാളുടെ കയ്യില്. സാർ, വൈരസന്ധി ഞാൻ ഇവിടുന്ന് എടുത്തു എന്നുള്ള സത്യമാണ്. പക്ഷെ അത് മുഴുവൻ കരികൽ കൃഷ്ണകളായിരുന്നു. സാറേ, വൈരമെടുത്ത് മാറ്റിട്ട് ഇവൻ മനഃപൂർവ്വം കരികിൽ ഇട്ടതാണ്. അയ്യോ സാറേ, ഇവന്റെ ചങ്ങക്കേട്ടക്ക് രണ്ടിന് കൊടുത്താൽ സത്യം പറയും. ഒന്ന് പോരാ. നിർത്ത്. അപ്പോൾ രണ്ടുപേർക്കും
വൈരം എവിടെയാണെന്ന് അറിയില്ല. ഇല്ല. സത്യം അറിയാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോ യെസ് സർ. ആ ഇടിക്കട്ടെ എടുത്തേ. ഓക്കെ. അയ്യോ വേണ്ട സാറേ. വൈരങ്ങൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അത് പറഞ്ഞു തരണമെങ്കിൽ എന്റെ ഒരു കണ്ടീഷൻ അച്ഛനും പിള്ളസാറും അംഗീകരിക്കണം. എന്റെയും പ്രിയയുടെയും വിവാഹം നിങ്ങൾ നടത്തി തരണം. സാധ്യമല്ല. ഒട്ടും സാധ്യമല്ല. എങ്കിൽ വൈരങ്ങൾ എവിടെയുണ്ടെന്ന് പറയാനും സാധ്യമല്ല. ഇരിക്കട്ടെ എടുത്തോളൂ സാർ. അപ്പോ അയ്യോ യെസ് സാർ. വേണ്ട സാർ, വേണ്ട സാർ. പിള്ളേച്ചന് സമ്മതമാണെങ്കിൽ എനിക്കും സമ്മതമാ. നമ്പ്യാർക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും സമ്മതിച്ചല്ലോ. അതെ. അപ്പോ ഇടിക്കട്ടെ വേണ്ട. ഇനി ഞാനൊരു സത്യം പറയാം. വൈരങ്ങൾ ഞാൻ തന്നെയാണ് മാറ്റിവെച്ചത്. അയ്യോ ഇതെവിടെയുണ്ടെന്നുള്ള വിവരം പ്രദീപ് എനിക്ക് തന്നിരുന്നു. സർക്കാരിൽ നിന്നും പ്രദീപിന് ഒരു പാരിതോഷികം കിട്ടും. താങ്ക് യു സാർ. അയ്യോ അപ്പൊ ഇത്ര ഇടി കൊണ്ടേന് എനിക്കൊന്നുമില്ലേ സാർ? എനിക്കല്ല ഈ പ്രതിമ. ഈ ബാധയോ? ആ. എന്ത് ബാധ? ഇതൊക്കെ നമ്മുടെ അന്ധവിശ്വാസങ്ങളല്ലേ. മനസ്സിന്റെ ഓരോ തോന്നലുകള് സംഭവിക്കാനുള്ളതെല്ലാം കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഇതൊരു ഗ്രഹപ്പഴയാണെന്ന് തോന്നിയത് വെറും അന്ധവിശ്വാസമായിരുന്നല്ലേ? സംശയം എന്താ? എന്നാല് ഇത് എവന്റെ ഷോക്കേസിൽ ഇരിക്കട്ടെ.